വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളായ ഹംപി കാണുവാനുള്ള യാത്രയിലാണ്. എറണാകുളം ജില്ലയിലെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. രാവിലെ 9:30 ബാംഗ്ലൂരു ഇൻ്റർസിറ്റിയിലാണ് യാത്ര. വൈകിട്ട് 7:50 ബാംഗ്ലൂരെത്തും. രാത്രി 9:50 ഹംപി എക്സ്പ്രസ്സിലാണ് പിറ്റേ ദിവസം രാവിലെ 7 മണിയോടുകൂടി ഹൊസപ്പേട്ട റെയിൽവേ സ്റ്റേഷനിലെത്തുക. അവിടെ നിന്നാണ് ഹംപി കാണാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് കർണാടക സംസ്ഥാനത്ത് ഞാനൊരു യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്കവിടെ യാത്ര സുഗമമാക്കുന്നത് നില ടൂർസ് ആൻഡ് ട്രാവൽസാണ്. അവരെന്നെ ഹംപി നല്ല രീതിയിൽ തന്നെ കാണിക്കുകയും വേണ്ട രീതിയിലുള്ള പരിചരണം നൽകുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹൊസപ്പേട്ടയിൽ എത്തിയിരിക്കുകയാണ്. ഹംപി എന്ന ആ ഒരു നഗരത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഒരുക്കിയിരിക്കുന്നത്. ഹൊസപ്പേട്ടയിൽ നിന്നും 14 കിലോമീറ്റർ ദൂരമാണ് ഹംപിയിലേക്കുള്ളത്. വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന പാതയാണ് കാഴ്ച. ഹംപിയിൽ ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. കല്ലിന്മേൽ കല്ല് കയറ്റി വെച്ച രീതിയിലുള്ള മലനിരകൾ, അങ്ങിങ്ങായി നിൽക്കുന്ന കൽത്തൂണുകൾ, ഒരു പഴമയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ആഗ്രഹമെന്നോണം വഴിയിലതാ ഒരു കൽമണ്ഡപം. ഇനിയങ്ങോട്ട് ഹംപിയുടെ കാഴ്ചകളാണ്. കാളവണ്ടിയിൽ കരിമ്പുമായി പോകുന്ന കർഷകൻ്റെ കാഴ്ചയാണ് കൺമുമ്പിൽ. അതങ്ങനെ നോക്കി നിൽക്കെ ഹംപിയുടെ കവാടത്തിലെത്തി. ഹംപിയുടെ എല്ലാ പ്രൗഢിയും വിളിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു കവാടം. ആ കവാടം കടന്ന് ഹംപിയിലേക്ക്, നിങ്ങളുടെ മുമ്പിലേക്ക്, ഹംപിയുടെ ദൃശ്യവിസ്മയമൊരുക്കുന്ന കാഴ്ചയിലേക്ക് ഞാൻ പോവുകയാണ്. വഴിയരികിൽ പൂക്കളുമായിട്ട് കച്ചവടം എത്തിയിരിക്കുന്ന സ്ത്രീകളെ കണ്ടിരുന്നു. ഈ റൂട്ടിൽ നിറയെ പൂക്കൃഷി നടത്തുന്ന സ്ഥലങ്ങളും കണ്ടിരുന്നു. കേരളത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് മുൻപിലുള്ളത്. തനിയൊരു കേരള ഗ്രാമത്തിലൂടെ പോകുന്ന ഒരു കാഴ്ച. വഴിയരികിൽ ആദ്യം കണ്ട ഒരു നിർമ്മിതിയാണിത്. മുഹമ്മദൻ ശവകുടീരവും ദർഗയും. കതിരമ്പുര ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശമാണിവിടം. ഹൊസപ്പേട്ടയിൽ നിന്നും ഹംപിയിലേക്കുള്ള യാത്രയിൽ 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഇസ്ലാമിക നിർമ്മിതിയാണിത്. വാസ്തുവിദ്യപരമായി സമകാലിക ബഹാമണി വാസ്തുവിദ്യയോട് സാമ്യമുള്ളതാണ് ഈ ഒരു നിർമ്മിതി. അങ്ങകലെ ചുവന്ന നിറത്തിലുള്ള മലനിരകളും അതുപോലെ തന്നെ അടക്കി വച്ചിരിക്കുന്ന കൽക്കൂനകൾ പോലുള്ള ഭാഗങ്ങൾ കാണാം. ഹംപിയുടെ ദൃശ്യവിസ്മയത്തിലേക്ക് അടുക്കുകയാണ് എന്നുള്ളതിൻ്റെ സൂചന. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ഒരു പ്രദേശം വരുന്നത്. ആ ഭാഗങ്ങളെല്ലാം വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ഇവിടെയുമായിട്ട് ചില നിർമ്മിതികൾ കാണാം. 1986 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെട്ട സ്ഥലമാണ് ഹംപി. അതുകൂടാതെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും കൊണ്ടുകൂടിയാണ് ഈ ഒരു സ്ഥലം നമുക്കിപ്പോഴും ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കെ ഹംപിയിലെ പ്രധാന ഒരു ക്ഷേത്രത്തിലേക്ക് അടുക്കുകയാണ്. ഹംപിയിലെ കൃഷ്ണ ക്ഷേത്രം. വലിയ ചുറ്റുമതിലുകളോടുകൂടിയ ഒരു വലിയ ക്ഷേത്രം. തൊട്ടു മുമ്പിലായിട്ട്
വലിയൊരു കവാടവും അതിൻ്റെ മേൽക്കൂരകളെല്ലാം നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ചുടുകട്ട കൊണ്ടുള്ള നിർമ്മാണമാണ് അത് നശിക്കാനുള്ള കാരണം. കരിങ്കല്ല് കൊണ്ട് മനോഹരമായ കൊത്തുപണികളാൽ തീർത്ത കവാടം. 16-ാം നൂറ്റാണ്ടിൽ ഭടന്മാർ കാവൽ നിന്നിരുന്ന ഒരിടമായിരിക്കാം ഇത്. ആ ഒരു അമ്പലത്തിന് നേരെയായിട്ട് കൃഷ്ണ ബസാർ. അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും കച്ചവടക്കാർ വന്നിരുന്ന പുരാതനമായ വാണിജ്യ തെരുവാണിത്. ഇന്ന് കൽത്തൂണുകൾ മാത്രമായി കാണുന്ന ഇവിടമാണ് വ്യാപാരികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് കച്ചവടം നടത്തിയിരുന്നത്. കൃഷ്ണക്ഷേത്രത്തിൽ നിന്നും നേരെ കൽപ്പടവുകൾക്ക് താഴെയാണ് ബസാർ സ്ഥിതി ചെയ്യുന്നത്. എത്രത്തോളം ശാസ്ത്രീയമായും അച്ചടക്കത്തോടും കൂടിയാണ് ഇവയുടെ നിർമ്മിതി എന്ന് കാണുന്നത്. ഹംപിയിലെ പ്രധാന ക്ഷേത്രങ്ങളുടെ മുൻപിലെല്ലാം ഇത്തരത്തിലുള്ള ബസാറുകൾ നമുക്ക് കാണുവാൻ കഴിയും. കിലോമീറ്ററോളം നീളം വരുന്ന കൽത്തൂണുകൾ മാത്രമായി നിൽക്കുന്ന ഇന്നത്തെ ബസാർ. രണ്ട് വശങ്ങളിലുമായി നല്ല വീതിയിലാണ് ബസാർ സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ഇടയിലൂടെ കച്ചവടക്കാരും സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരും പൗര പ്രമുഖന്മാരും മന്ത്രിമാരും രാജാക്കന്മാരും എല്ലാം നടന്നു പോയിരുന്ന ഒരു സ്ഥലമായിരിക്കും. ആ ബസാറിൽ നിന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ ഞാനൊന്നുകൂടി നോക്കി. കവാടത്തിൻ്റെ തകർന്ന മേൽക്കൂര കാഴ്ചയിൽ കാണാം. അവിടെ നിന്നും സ്റ്റെപ്പ് കയറി വീണ്ടും കൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കൃഷ്ണക്ഷേത്രത്തിൻ്റെ ഉൾഭാഗമൊന്ന് പകർത്തണം. ഇവിടുത്തെ കൃഷ്ണക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ശൈശവ രൂപമായ ബാലകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ബോർഡിൽ എന്തൊക്കെയാണ് ഇവിടെയുള്ളത് എന്നുള്ളതിൻ്റെ സൂചന. കൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രം ഇവിടെ ബോർഡിൽ കാണാം. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ ഗേറ്റ് പണിത് വെച്ചിട്ടുണ്ട്. കവാടത്തിലെ കൊത്തുപണികൾ കണ്ണിന് വിസ്മയമേകുന്ന തന്നെയാണ്. വാതിലിൻ്റെ പടിയെന്നോണം കല്ലുകൊണ്ടുള്ള വലിയ ഉയരത്തിലുള്ള വാതിലുകൾ. അതിൽ കൊത്തുപണിയുടെ ഒരു മേളനം തന്നെയാണ്. ആയിരത്തി 1513 പണികഴിപ്പിച്ച ഒരു ക്ഷേത്രമാണിത്. വാസ്തുവിദ്യയുടെ പരമോന്നത മേഖലയിൽ എത്തുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം. കൊത്തുപണികളിൽ വിഷ്ണുവിൻ്റെ ദശാവതാരവും കൃഷ്ണൻ്റെ ബാലകഥകളും വിഷയമാകുന്നു. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് കാരണമായത് ഒരു യുദ്ധമാണ്. അല്ലെങ്കിലും ഹംപിയിലെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ അനുബന്ധ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് യുദ്ധത്തിൽ വിജയിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ രാജകുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴോ അതിൻ്റെ സ്മരണാർത്ഥമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഒരു യുദ്ധകാരണമാണെന്ന് ഉള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ഒരു ഫലകം. ഈ കല്ലിൽ എഴുതി വച്ചിരിക്കുന്നത് അന്നത്തെ യുദ്ധത്തിൻ്റെ രേഖകളാണ്. ഇപ്പോഴത്തെ ഒറീസ പ്രദേശമായ പഴയ ഉത്കല ദേശം യുദ്ധത്തിൽ പിടിച്ചെടുത്തതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന കൃഷ്ണദേവരായർ ഈ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചത്. ശ്രീകൃഷ്ണൻ്റെ ശൈശവരൂപമായ ബാലകൃഷ്ണനായിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ.
നമ്മൾ നടന്ന് ശ്രീകോവിലിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ശ്രീകോവിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്നിവിടെ ആ വിഗ്രഹമില്ല. ഇപ്പോൾ ആ വിഗ്രഹം ചെന്നൈയിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലാണ് നിലവിലുള്ളത്. വിഗ്രഹമില്ലാത്തതുകൊണ്ട് ഹംപിയിലെ മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെ തന്നെ പൂജയില്ലാത്ത ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. ഉത്കലദേശം പിടിച്ചടക്കിയതിൻ്റെ കഥകളെല്ലാം ശിലാപാടുകളിൽ ഇവിടെ രേഖപ്പെടുത്തിയത് കാണാം. ഹംപിയിലെ പല കെട്ടിടങ്ങളും പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ തകർന്നിരിക്കുന്നത് കാണാം. ഒരു പരിധിവരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംരക്ഷിച്ചു പോരുന്നുണ്ട്. ചുടുകട്ട കൊണ്ടുള്ള നിർമ്മാണം ക്ഷേത്രത്തിൻ്റെ മുകളിലെ ഭാഗങ്ങൾക്ക് നാശം വരുത്തിയിട്ടുണ്ട്. എന്നാൽ ചുമരുകൾ കരിങ്കല്ല് കൊണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല ബലത്തിലും നല്ല സൗന്ദര്യത്തിലുമാണ് ഇപ്പോഴും അതിൻ്റെ നിൽപ്പ്. ക്ഷേത്രം ഒരു വലം വെച്ച് വന്ന് വീണ്ടും മുൻവശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായിട്ട് വീണ്ടും ഒരു ചുറ്റമ്പലത്തിലൊരു അമ്പലം കൂടി ഉണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്താണെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല, കാണാനും കഴിയുന്നില്ല. ഇതിൻ്റെ ഇടതുവശത്തായിട്ടൊരു അമ്പലമാണത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നേരത്തെ നമ്മൾ നടന്നത്. പ്രധാന ശ്രീകോവിലിന് ചുറ്റുമായിട്ട് ഒട്ടനവധി ഉപക്ഷേത്രങ്ങളുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകിലായും ചുവരിലുമെല്ലാം എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഒരുപക്ഷെ ഉത്കലദേശം പിടിച്ചടക്കിയ യുദ്ധകഥകളും വരും തലമുറയ്ക്ക് പാടി നടക്കുവാൻ വേണ്ടി അവർ ലിഖിതങ്ങളായി എഴുതി വെച്ചതായിരിക്കാം. ക്ഷേത്രം ഒന്ന് ചുറ്റി കറങ്ങി നടന്ന് കണ്ടതിന് ശേഷം പുഷ്കരണി കാണുവാൻ പോവുകയാണ്. ബസാറിന് മുൻപിലൂടെയാണ് പോകുന്നത്. ബസാറിനോട് ചേർന്ന് തന്നെയാണ് പുഷ്കരണി സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള പൂജകൾക്ക് ആവശ്യമായ ജലമെടുത്തിരുന്നത് ഇവിടെ നിന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓരോ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലും ഇത്തരത്തിലുള്ള പുഷ്കരണികളുണ്ടാകും. ഇവിടെ തകർന്നു കിടക്കുന്ന ഈ കൽക്കെട്ടുകളിൽ കൊത്തുപണികളുടെ ശേഖരം തന്നെയുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇവിടെയെല്ലാം വലിയ വലിയ നിർമ്മിതികൾ ഉണ്ടായിരുന്നിരിക്കണം. ആ നിർമ്മിതികളുടെ ബേസ്മെൻറ്റ് ഭാഗങ്ങളെല്ലാം ഇവിടെ കാണാം. പുഷ്കരണിയിൽ എത്തിയിരിക്കുകയാണ്. ക്ഷേത്രഭാഗത്തു നിന്ന് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു മണ്ഡപമാണിത്. പുഷ്കരണിക്ക് ചുറ്റും ബസാറ് പോലെ ഓരോ തൂണുകൾ കൊണ്ടുള്ള നിർമ്മിതികൾ കാണാം. പുഷ്കരണിയുടെ നടുക്കായിട്ട് ഒരു മണ്ഡപവും കാണാം. ഇതിൻ്റെ പ്രതാപകാലത്ത് വെള്ളം നിറഞ്ഞിരിക്കുകയും വളരെ ഭംഗിയോടെ തന്നെ നല്ല സൗന്ദര്യത്തോടെ തന്നെ കാണാൻ കഴിയുമായിരുന്ന ഒരു കാഴ്ചയായിരുന്നുണ്ടാകാം. ഇന്നിവിടെ വെള്ളമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബസാറിൻ്റെ തൂണുകളുടെ പ്രതിബിംബവും അകലെ കാണുന്ന കല്ലുമേൽ കല്ല് കയറ്റി വെച്ച പോലുള്ള മലകളുടെ പ്രതിബിംബവും ആ ഒരു പുഷ്കരണിയിലെ ജലത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഈ കാണുന്ന ഓവിലൂടെയാകാം പുഷ്കരണിയിലേക്ക് ജലം കൊണ്ടുവന്നിരുന്നത്. ഹംപിയിലെ ജലസംവിധാനത്തിന് മാതൃകാപരമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. വരും വീഡിയോകളിൽ അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. കൃഷ്ണ ടെമ്പിളിൻ്റെ അടുത്തുള്ള ബസാറിൽ നിന്ന് കടക്കുവാൻ രീതിയിലുള്ളൊരു വഴിയായിട്ടാണ് ഈ ഒരു ഭാഗം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ പുഷ്കരണിയുടെ നടക്കുള്ള ഒരു മണ്ഡപവും അതിൻ്റെ പിറകിലായിട്ട് ഈ ഒരു കൽത്തൂണുകളും അതുപോലെ തന്നെ ഇത് പണിയാൻ ഉപയോഗിച്ചിരുന്ന പാറകളുടെയൊക്കെ ഒരു അവശിഷ്ടങ്ങൾ കാണാം. ആ പാളി പോലെ ചെത്തി വെച്ചിരിക്കുന്നതും ആ സൈഡുകളിലും കണ്ടോ, ഇതാ ഭാഗത്ത് കാണുന്ന ആ രീതിയിൽ അവിടെയൊക്കെ കുത്തിയെടുത്ത് കൊണ്ടുപോയതാണെന്ന് അറിയാം. കാരണം അവിടെ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ട് അടർത്തിയെടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ പാറകളായിരിക്കാം ഈ കാണുന്ന മനോഹരമായൊരു ശില്പങ്ങളും അതുപോലെ തന്നെ തൂണുകളുമായിട്ട് മാറിയിട്ടുണ്ടാകുക.
അവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഇത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജലാശയവും അതിൻ്റെ ആ പാറയുടെയും അതുപോലെ തന്നെ ഈ നടുക്കുള്ള ഈ ഒരു മകുടത്തിൻ്റെയൊക്കെ നിഴൽ ആ വെള്ളത്തിൽ കാണുന്ന ഒരു രീതിയിൽ ചിന്തിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ കൃഷ്ണ ടെമ്പിളിൻ്റെ ഈ പരിസരം മൊത്തം ഇത്തരത്തിലുള്ള നിർമ്മിതികളാണ്. അപ്പോൾ ഈ ഒരു പുഷ്കരണിയുടെ ഒരു വശത്ത് നിന്ന് നമുക്ക് നോക്കിയാൽ ആ കൃഷ്ണ ടെമ്പിളിൻ്റെ ഒരു വ്യൂ കാണാൻ കഴിയും. അതിൻ്റെ ആ ഒരു കവാടമാണ് ആ കാണുന്നത്. അതൊരു മുകൾ ഭാഗമൊക്കെ നശിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു പ്രതിബിംബം ഈ വെള്ളത്തിൽ കാണാമായിരുന്നു നമുക്കല്ലേ, അത്രയും മനോഹരമായിരുന്നു അതിനെ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവാം. ഇതുപോലത്തെ ഒട്ടനവധി നിർമ്മിതികളാണ് ഈ ഒരു ഹംപിയിലുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലം കാണാൻ പോവാം. കൃഷ്ണ ടെമ്പിളിൻ്റെ ഈ ഒരു ബസാറിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു കാഴ്ച പകർത്തുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബസാറിൻ്റെ നടുക്കുള്ളൊരു ഭാഗത്താണ്. ഒരു കാലഘട്ടത്തിൽ വളരെയധികം ആളുകൾ നിറഞ്ഞിരുന്ന ഒരു ഏരിയ. രണ്ട് വശങ്ങളിലെ വീതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് എത്രത്തോളം ആളുകൾ തിങ്ങി നടന്നിരുന്നൊരു ഏരിയ ആയിരിക്കാം അത്. അതിന് നേരെ അമ്പലവും. ഏതൊരു ഹംപിയിലൊരു പ്രത്യേകതയാണ്, ഏതൊരു വലിയ അമ്പലത്തിൻ്റെ നേരെ എതിർവശത്തായിട്ട് ഇതുപോലൊരു ബസാറ് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു നിർമ്മിതിയിലേക്ക് പോവാം. കൃഷ്ണക്ഷേത്രത്തിൽ നിന്നും അടുത്തൊരു ബൃഹത്തായ നിർമ്മിതിയിലേക്ക് പോവുകയാണ്. ഹംപിയുടെ കാഴ്ചകൾ നിങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ